ഇപ്പോൾ സി കെ ശശീന്ദ്രൻ മുൻ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഈ 2019 നമ്മൾ വലിയൊരു ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാൾ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? താങ്കൾ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു? ഹലോ, കുറെ അതിനേക്കാളൊക്കെ ഗൗരവമേറിയ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അവിടേക്ക് ആളുകൾക്കാർക്കും പോകാൻ കഴിയാത്തൊരു വിഷയമുണ്ട്. ഞങ്ങളെല്ലാ സ്കൂളിന്റെ അടുത്തും പരിസരത്ത് ഗസ്റ്റായിട്ട് കൂടി നിൽക്കുകയാണ്. ജില്ലാ ഭരണകൂടമുണ്ട്, എല്ലാവരും ഉണ്ട്. പോലീസുണ്ട്, NDRF ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ ഭയാനകമായ, വളരെ ആശങ്കയായ ഒരു അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത്. നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഈ നിരവധി ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കൂടുതൽ എളുപ്പമാകാനുള്ള സാധ്യത, നമ്മൾ എത്രത്തോളം പ്രതീക്ഷകൾ കൈവയ്ക്കണം നിലവിൽ? എല്ലാ സംവിധാനങ്ങളുണ്ട്. ആംബുലൻസുകൾ, മറ്റു സംവിധാനങ്ങൾ, വാഹനങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ നിശ്ചയാവസ്ഥയായിട്ട് ഇപ്പൊ ഞങ്ങൾ നേരം വെളുത്തു, ആളുകളെല്ലാം ഒച്ച ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, കൂട്ടി വിളിക്കുകയൊക്കെ ഇതിനകത്ത് നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട് ആളുകള്. പിന്നെ അപ്പൊ എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. തീർച്ചയായും ആനയുടെ ശല്യമുണ്ട്. എല്ലാം കൂടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആനശല്യം ഒരു ഭാഗത്ത്, ഈ വിഷയങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നിശ്ചയാവസ്ഥയുണ്ടെങ്കിലും അതിനെ മുറിച്ചു കടന്നുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും ഫലപ്രദമായിട്ടെന്നുള്ള ഉണ്ട്. ജില്ലാ കളക്ടറുടെ, പിന്നെ പോലീസ് സൂപ്രണ്ടിൽ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ഇവിടെ ഉണ്ട്. ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഈ സാധ്യമായ രീതിയിലെല്ലാം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പുതിയ സംവിധാനങ്ങൾ എപ്പോഴാണ് എത്തുക? നമുക്ക് ആളുകളെ വീണ്ടും രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ സംവിധാനങ്ങൾ പുതുതായി എത്തിക്കും? സംവിധാനങ്ങൾ, ഹെലികോപ്റ്ററൊക്കെ മറ്റു പ്രദേശങ്ങളിൽ വരണമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നേരം വിളിച്ചാൽ ഉടനെ അയക്കാമെന്നുള്ള നിലപാട്, പകൽ വെളിച്ചത്തിൽ നേരം വിളിച്ച് ഉടനെ അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ രക്ഷാപ്രവർത്തനം ഏകോപിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മന്ത്രിമാർ, ഫോറസ്റ്റ് മിനിസ്റ്ററും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, 2 മന്ത്രിമാരും വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഏകോപിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിലവിൽ എത്ര ആളുകളാണ് ഈ മണ്ണിനടിയിലുള്ളത് എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമാണോ? ഒരു എണ്ണം പറയാൻ പറ്റില്ല. കാരണം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എണ്ണം പറഞ്ഞ് ഒരു ആളുകളുടെ ഇടയിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു കൃത്യമായ വിവരം ശേഖരിച്ചെടുക്കുന്നേ ഉള്ളൂ. ഏതായാലും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള വേദനയോടുള്ള വാർത്തകളാണ് ആളുകൾ വിളിച്ചു പറയുന്നതും സങ്കടപ്പെട്ട് പറയുന്നതും. രക്ഷപ്പെടുത്താനുള്ള അലമുറയിടുന്നതെല്ലാം ഉണ്ട്. പക്ഷെ നോക്കുന്നുണ്ട് ഞങ്ങൾ എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരു കൃത്യത നമുക്ക് പറയാൻ കഴിയില്ല. നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ.